ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ദ്വിതീയ സ്കന്ധത്തിലാണ്. നിവൃത്തി സ്കന്ധമാണ്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ശ്രീശുക ബ്രഹ്മർഷി വരുത്തി കൊടുക്കുകയാണ്, സംശയ നിവൃത്തി വരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിലാണ് നമ്മൾ. ഇനി സ്ഥൂല ധ്യാന നിരൂപണവും ദൈവ ഉപാസനയുമാണ്. ശ്രീശുക ബ്രഹ്മർഷി അരുളി ചെയ്തു. രാജർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, ആസന്ന മൃത്യു ആയവർക്ക് കരണീയമായിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി ഞാൻ ഉപാസനാ വിധികളെപ്പറ്റി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മ തേജസ്സിനെ കാക്ഷിക്കുന്നവർ ബൃഹസ്പതിയെയും, ഇന്ദ്രിയങ്ങളുടെ പ്രീതി കാക്ഷിക്കുന്നവർ ഇന്ദ്രനെയും, സന്തതികൾ വേണമെന്നുള്ള ആഗ്രഹമുള്ളവർ പ്രജാപതിമാരെയും ഉപാസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഐശ്വര്യത്തിനായി മായാദേവിയെയും, തേജസ്സിനായി അഗ്നിദേവനെയും, ധനത്തിനായി അഷ്ടവസുക്കളെയും, വീര്യത്തിനായി രുദ്രന്മാരെ, നമുക്ക് 11 രുദ്രന്മാരുണ്ട് എന്ന് ഇനി വരുന്നുണ്ട്. അത് അവർക്കുള്ള സ്ഥാനങ്ങളും പേരും ഒക്കെ പറയുന്നുണ്ട്. ഇനി അന്നാദികൾ കാക്ഷിക്കുന്നവർ അതിഥിയെയും, സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആ കാമമുള്ളവർ അതിഥി സൂതന്മാരെയും, രാജ്യകാമികൾ രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ വിശ്വദേവന്മാരെയും, ജനപ്രീതി കാക്ഷിക്കുന്നവർ സാധ്യന്മാരെയും, വളരെ ദീർഘായുസ് വേണമെന്ന് തോന്നുന്നവരെല്ലാം അശ്വിനി ദേവന്മാരെയും, 2 പേരുണ്ടല്ലോ അവർ, പുഷ്ടിയെ ആഗ്രഹിക്കുന്നവർ, അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവർ ഭൂമിദേവിയെയും, സ്ഥിരതയെ കാക്ഷിക്കുന്നവർ ലോകമാതാക്കളായ ദ്യാവ്യ പൃഥ്വികളെയും ഉപാസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോ അപ്സര ഉർവശീം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം. രൂപാദി ഗുണങ്ങളൊക്കെ വേണമെന്നുള്ളവർ ഗന്ധർവന്മാരെ ഉപാസിക്കണം. സ്ത്രീകളെ കാക്ഷിക്കുന്നവർ ഉർവശി എന്ന അപ്സരസിനെ. ഇനി എല്ലായിടത്തും സർവാധിപത്യം കാക്ഷിക്കുന്നവർ ബ്രഹ്മാവിനെ. സത്കീർത്തിയെ കാക്ഷിക്കുന്നവർ എന്തു വേണം? യജ്ഞദേവനെ. ധനസമ്പത്തിനെ കാക്ഷിക്കുന്നവർ വരുണനെ. ജ്ഞാനത്തെ കാക്ഷിക്കുന്നവർ ശിവനെ. ദാമ്പത്യ സൗഖ്യം കാക്ഷിക്കുന്നവർ ശ്രീ പാർവതിയെ. ധർമ്മത്തെ കാക്ഷിക്കുന്നവർ വിഷ്ണുവിനെ. ഒരു വംശത്തിൻ്റെ അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നവർ പിതൃക്കളെ. ബാധകളിൽ നിന്നുള്ള മോചനം കാക്ഷിക്കുന്നവർ യക്ഷന്മാരെ. ഓജസ്സിനെ കാക്ഷിക്കുന്നവരാണെങ്കിൽ മരുത്തുക്കളെയും ഉപാസിക്കണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി രാജ്യത്തെ കാക്ഷിക്കുന്നവർ വീണ്ടും പറയുകയാണ് മനുക്കളെയും, ശത്രുക്കളുടെ നാശം കാക്ഷിക്കുന്നവർ നിരൃതിയെയും, കാമം എന്ന പുരുഷാർത്ഥത്തെ, ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ്, അതിലെ കാമം എന്ന പുരുഷാർത്ഥത്തെ കാമിക്കുന്നവർ സോമനെ അഥവായത് ചന്ദ്രനെ ഉപാസിക്കണം. വിരക്തരായവർ പുരുഷോത്തമനെ, ഭഗവാനെ തന്നെ ഉപാസിക്കണം. ഇനി വിരക്തനായാലും കാമത്തോടു കൂടിയവനായാലും മോക്ഷാർത്ഥിയായാലും അവൻ സർവശക്തി ഉപയോഗിച്ച് ഭക്തിയോഗം കൊണ്ട് ഭഗവാൻ നാരായണനെ ഉപാസിക്കണം. നാരായണൻ എന്ന് പറഞ്ഞാൽ നരന്മാരുടെ അയനമായിരിക്കുന്നവൻ, ആ മാർഗമായിരിക്കുന്നവൻ. നരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രളയത്തിന് ശേഷം എവിടേക്കാണോ എത്തിച്ചേരുന്നത്, എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത്, അതാണ് നാരായണൻ. നാരത്തിൽ ശയിക്കുന്നതുകൊണ്ട്, കാരണജലത്തിൽ ശയിക്കുന്നതുകൊണ്ട് നാരായണൻ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇനിയും ഉണ്ട്. ഇനി ഇങ്ങനെ എന്തിനാണ് വിവിധ ദേവന്മാരെ ഉപാസിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഓരോ ഭാഗവത ഉത്തമന്മാരുടെ സംസർഗം കിട്ടിയാൽ ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. രാഗദ്വേഷാദികളെ നശിപ്പിക്കണം, ശബ്ദാദി വിഷയങ്ങളിൽ വിരക്തി ജനിപ്പിക്കണം, ആത്മപ്രസാദം നൽകണം. അപ്പോൾ കൈവല്യം, ആ കേവല പദം, ആ ഭക്തിയോഗം ഉദിപ്പിക്കണം മുതലായ ഗുണങ്ങളോട് കൂടിയ ഭഗവത് കഥകളിൽ ആരാണ് ലയിക്കാതിരിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നു. പിന്നെ ശൗനക മഹർഷി പറയുകയാണ്. ശൗനക മഹർഷി അതിന് നേതൃത്വം നൽകുന്ന ഒരു വലിയ സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകായിരം ഋഷിമാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വന്ന സൂത പൗരാണികനാണ് ഈ കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഈ നമ്മളുടെ ശുഗബ്രഹ്മർഷിയുടെയും പരീക്ഷത്തിൻ്റെയും സംവാദം കേട്ടിട്ട് വന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്, ഈ ഇത്യാഭിവ്യാഹൃതം രാജാ നിശമ്യ ഭരതർഷഭ കിമന്യത് പൃഷ്ടവാൻ ഭൂയോ വയ്യാസ കിം ഋഷിം കവിം. ശൗനകൻ ചോദിക്കുകയാണ്, ശ്രീശുക ബ്രഹ്മർഷിയുടെ ഈ ഉപദേശം കേട്ടിട്ട് പരീക്ഷിത്ത് അദ്ദേഹത്തോട് പിന്നെ എന്താണ് ചോദിച്ചത്? അപ്പോൾ അല്ലയോ സൂത, അങ്ങ് വളരെ ജ്ഞാനിയാണ്. ആ ഭഗവാന്റെ ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് അവിടുന്ന് അതെല്ലാം പറഞ്ഞു തരണം.
സജ്ജനങ്ങളുടെ മനസ്സിലാണ് ഹരികഥ ആലാപനം നടക്കേണ്ടത്, ആ ഹരികഥാമൃതം ആലപിക്കേണ്ടത്. അപ്പോൾ ബാല്യകാലത്ത് ചെറുതായിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകരിച്ചിരുന്ന പരീക്ഷിത് ഭാഗവത ഉത്തമനാണെന്നുള്ള കാര്യം പ്രസിദ്ധമാണല്ലോ. കാര്യം പരീക്ഷിത്ത് ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആരെ കണ്ടു? ഒരു ചാൺനീളത്തിലുള്ള ആ ഭാഗവത് സ്വരൂപത്തെ കണ്ടു. അതാണ് ആ ബ്രഹ്മ തേജസ്സിൽ നിന്ന്, അതായത് ആ അസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന്, മരണത്തിൽ നിന്ന്, മൃത്യുവക്ത്രത്തിൽ നിന്ന് പരീക്ഷത്തിനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ രക്ഷപ്പെടുത്തിയത് ഭഗവാനാണ്. അപ്പോൾ ആരാണ് ഇത് തന്നെയാണോ ഞാൻ കണ്ട രൂപം എന്ന് പറഞ്ഞ് പുറത്ത് വന്നപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന് ജനിച്ചപ്പോൾ തന്നെ എല്ലാവരെയും ഇങ്ങനെ നോക്കിയത് കൊണ്ടാണ് ഈരിതഹ പരീക്ഷിതെന്നാന്ന് തോന്നുന്നു. ഞാനത് നോക്കിയിട്ടൊന്നും കൂടെ വ്യക്തമാക്കാം. അങ്ങനെ എല്ലാവരെയും ഇതാണോ ആ രൂപം, ഞാൻ കണ്ട രൂപം എന്ന് നോക്കിയത് കൊണ്ടാണ് പരീക്ഷിത് എന്ന നാമം ലഭിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാരായണ ഭക്തനും വ്യാസപുത്രനും സർവജ്ഞനുമായ ശ്രീശുകൻ സജ്ജനങ്ങളോട് സംഗമിച്ചാൽ ഭഗവാന്റെ മാഹാത്മ്യം കീർത്തിക്കുന്ന ആ ഭാഷണങ്ങൾ ഉണ്ടാകും, വാക്കുകളുണ്ടാകും, വാക്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ അല്പസമയമെങ്കിലും ഭഗവാന്റെ കഥാമൃതം ശ്രവിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടാത്തവരുടെ എല്ലാം ആയുസ്സിനെ നിത്യവും ആ ഉദയാസ്തമയങ്ങളെ പ്രാപിക്കുന്ന ആദിത്യൻ അപഹരിക്കുന്നത്. അതായത് വെറുതെ ദിവസങ്ങൾ കടന്നു പോകും, നമ്മൾ ഒന്നും ചെയ്യാതെ ഭഗവാനെ സ്മരിക്കാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമായ നമ്മളുടെ സ്വരൂപത്തെ കണ്ടെത്താവാനാവാതെ നമ്മൾ വലഞ്ഞു പോകും. മരങ്ങളും ജീവിക്കുന്നില്ലേ? കൊല്ലൻ്റെ ഉല പോലും ആ വായുവിനെ അകത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. നാട്ടുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളെല്ലാം തിന്നുകയും കുടിക്കുകയും ഇണചേരുകയും എല്ലാം ചെയ്യുന്നില്ലേ? ഭഗവാന്റെ പുണ്യം നിറഞ്ഞ ആ കഥാമൃതം ഒരിക്കലെങ്കിലും ശ്രവിച്ചിട്ടില്ലാത്തവരുടെ ജീവിതം പന്നി, ഒട്ടകം, കഴുത, നായ മുതലായവരുടെ ജീവിതത്തിന് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ബിലേ ബദോരുക്രമവിക്രമാന്യേ ന ശൃണ്വത കർണപുടേ നരസ്യ ജിഹ്വാസതി ദാർദുരികേ വസുത നചോപഗായത്യുരുഗായ ഗാഥാഫ്. ഭഗവാന്റെ അവദാനങ്ങൾ, ആ കീർത്തനങ്ങൾ ശ്രവിക്കാത്തവൻ്റെ കാതുകൾ 2 മാളങ്ങൾക്ക് തുല്യമാണ്. മൃഗങ്ങളൊക്കെ താമസിക്കുന്ന ആ മാളങ്ങൾക്ക് തുല്യവും. ആലപിക്കാത്തവൻ്റെ, ഭഗവത് നാമങ്ങൾ ആലപിക്കാത്തവൻ്റെ നാവ് തവളയുടെ നാവ് പോലെ, ആ വെറുതെ പെക്രൂം എന്ന് തവള ശബ്ദം ഉണ്ടാക്കണില്ലേ, അതുപോലെ ദുഃശബ്ദജനകവുമാണ്. കഷ്ടം തന്നെയാണ്. ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ, മഹത്തായ പാദങ്ങളെ ഒരു തവണയെങ്കിലും നമിക്കാത്തവൻ്റെ ശിരസ് കിരീടമണിഞ്ഞതാണെങ്കിൽ കൂടി കേവലം ഭാരം മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഭാരപ്പരം പട്ട കിരീടജുഷ്ടമപ്യുത്തമാങ്കന്ന നമേൻ മുകുന്ദം ശാവൗ കരൗ നോ കുരുതസ്സപര്യാം ഹരേർലസത് കാഞ്ചന കങ്കണൗ വാ. ഹരിപൂജ ചെയ്യാത്തവൻ്റെ കൈകൾ പൊൻവള അണിഞ്ഞതാണെങ്കിൽ കൂടി നിർജീവങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വിഷ്ണുവിൻ്റെ പ്രതിമകളെ ദർശിക്കാത്തവൻ്റെ നേത്രങ്ങൾ മയിൽപ്പീലി കണ്ണുപോലെ പ്രയോജനരഹിതങ്ങളാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്താത്തവൻ്റെ പാദങ്ങൾ വൃക്ഷക്കൊമ്പുകൾക്ക് സമാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യാതൊരുവനാണോ ഭഗവത് ഭക്തന്മാരുടെ ആ പാദ രേണുക്കളെ ഒരിക്കലെങ്കിലും സ്പർശിക്കാത്തത് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. യാതൊരുവനാണോ വിഷ്ണുവിനെ പൂജിച്ച തുളസിയുടെ ഗന്ധം അറിയാത്തത് അവൻ ശ്വസിക്കുന്ന ശവമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യാതൊരുവനാണോ ഹരിനാമ കീർത്തനങ്ങളിൽ ലയിക്കാൻ വിമുഖത കാണിക്കുന്നത് അവൻ്റെ ഹൃദയം കരിങ്കല്ല് തന്നെയാണ്. ഭഗവാന്റെ നാമങ്ങൾ ആലപിക്കുന്നതും കീർത്തിക്കുന്നതിനും ശ്രവിക്കുന്നതിനും ഒക്കെ ആഗ്രഹമില്ലാത്ത ആരാണ് ഉണ്ടാവുക? അതിൽ ഹൃദയം അലിഞ്ഞു പോകാത്ത ആരാണ് ഉണ്ടാവുക? ഹരികഥാമൃതം കേൾക്കുമ്പോൾ കണ്ണുകളിൽ ആനന്ദാശ്രവും ശരീരമാകെ രോമാഞ്ചവും ഉണ്ടാകുന്ന ഭാഗ്യവാന്റെ ജീവിതം ധന്യം തന്നെയാണ്. തദശ്മസാരം ഹൃദയം വദേദം യത് ഗൃഹ്യമാണേർ ഹരിനാമധേയൈ ന വിക്രിയേതാധയദാ വികാരോ നേത്രേ ജലം ഗാത്രരുഹേഷു ഹർഷ അഥാഭിധേഹി അംഗമനോനുകൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാഹ വയ്യസകിരാത്മവിദ്യാ വിശാരദോ നൃപതിം സാധു പൃഷ്ട. അല്ലയോ സൂതപൗരാണിക, അവിടുന്ന് ഞങ്ങളുടെ ചിത്തത്തിന് ഹിതകരവും പ്രിയവുമായത് പറയുന്നവനാണല്ലോ. അപ്പോൾ ആത്മവിദ്യാവിശാരദനും ഭാഗവത ഉത്തമനുമായ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് എന്തെല്ലാമാണ് ഉപദേശിച്ചതെന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് ഈ 3-ാമത്തെ അധ്യായം 2-ാമത്തെ സ്കന്ധത്തിൽ ഇവിടെ സമാപിപ്പിക്കുകയാണ്. നമുക്കും ഭഗവതിൻ്റെ പാദങ്ങളിൽ ഇത് സമർപ്പിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം 2യ സ്കന്ധേ അഥ 3യോധ്യായ. എല്ലാവരും കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.
നമുക്ക് കൂടുതൽ അർത്ഥം അറിഞ്ഞ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഭാഗവത പഠനം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. ഹരി ഓം.